അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് മുഖ്യമന്ത്രി കഴിവുകെട്ടയാളാണെന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിത ശ്രമം എന്ന വിലയിരുത്തലിലാണ് പിണറായി. അൻവറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിയതോടെ സിപിഎമ്മിന്റെ നിലപാടിനെ നിർണായകമാകും. പാർട്ടിയും തഴഞ്ഞാൽ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകും. അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും മുഖ്യമന്ത്രിയെ തള്ളിവിട്ടത്. ആഭ്യന്തര വകുപ്പിന്റെ ഭരണം നിർവഹിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രി കഴിവുകെട്ടയാളെന്ന് വെത്തിത്തീർക്കുവാനുള്ള സംഘടിത ഗൂഢാലോചനയെന്നാണ് പിണറായി വിജയൻ വിലയിരുത്തുന്നത്. പാർട്ടി സമ്മേളന കാലയളവിൽ തന്നെ വിവാദങ്ങൾ കത്തിച്ചതും കാര്യമായ പരസ്യപ്രതിരോധമൊരുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകാതിരുന്നതും ഈ ചിന്തയ്ക്ക് പിന്നിലുണ്ട്. തൃശൂർ പൂരവിവാദത്തിലെ CPI നിലപാടും മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്നു. ഇതാണ് അൻവറിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയാതെ പറയുന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനത്തിന് പിന്നിൽ. P. ശശിയെ നിയോഗിച്ചത് പാർട്ടിയാണെന്നും അദ്ദേഹം ചെയ്യുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അൻവറിന് ADGPയോട് വ്യക്തിവിരോധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതും അൻവർ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തതും പരസ്യപ്രതികരണം നടത്തിയതും ശരിയായില്ലെന്ന് കുറ്റപ്പെടുത്തിയതും ശ്രദ്ധേയമായി. ഘടകകക്ഷികളുടെ നിലപാട് പോലും തള്ളിയാണ് മുഖ്യമന്ത്രി P. ശശിക്കും അജിത് കുമാറിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള നിലപാട് മുഖ്യമന്ത്രി എടുത്തതോടെ ഇനി നിർണായകമാക്കുക CPMന്റെ നിലപാടാണ്. P. ശശിക്കെതിരെ അൻവർ പാർട്ടിക്കും പരാതി നൽകിയിട്ടുണ്ട്. ശശിക്കെതിരായ പരാതി മുഖ്യമന്ത്രി അവജ്ഞയോടെ തള്ളിയതിനാൽ നേരത്തെ സ്വീകരിച്ച മൃദു സമീപനം ഇനി CPMന് സ്വീകരിക്കാനാകില്ല. പാർട്ടി കൂടി പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ അത് PV അൻവർ MLAയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിലാക്കും. സ്വർണ്ണക്കടത്ത് ബന്ധം തുടങ്ങിയ വിഷയങ്ങളിൽ ADGPയുടെ പരാതിയിൽ അന്വേഷണമുണ്ടായാൽ അതും അൻവറിന് തിരിച്ചടിയാകും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.